ഓം അമൃതേശ്വരി നമഃ. കബന്ധഗതി, ശബര്യാശ്രമ പ്രവേശം. ജടായുവിന് സൽഗതി കിട്ടിയ കഥയാണ് മുത്തശ്ശി ഇന്നലെ പറഞ്ഞത്. ഇനി ബാക്കി പറയൂ. അവസാന ശ്വാസം വരെ ധർമ്മത്തിനു വേണ്ടി പോരാടിയ ജടായുവിന് മോക്ഷം കിട്ടി. തുടർന്ന് ശ്രീരാമനും അനുജനും കൂടി സീതയെ അന്വേഷിച്ച് ദുഃഖത്തോടെ അങ്ങനെ കാട്ടിക്കൂടി നടക്കുകയാണ്. അപ്പോഴുണ്ട് അവരുടെ മുന്നിൽ വല്ലാത്തൊരു രൂപത്തിലുള്ള വികൃത ജന്തു കിടക്കണു. നെഞ്ചിലാണ് അതിൻ്റെ മുഖം. കൈകൾക്ക് ഒരുപാട് നീളമുണ്ട്. കണ്ണ് എവിടെയെന്ന് അറിയില്ല. പക്ഷിയല്ല, മൃഗമല്ല, കാലുമില്ല, തലയില്ല. നീണ്ടു നീണ്ടു കിടക്കണ കൈകൾ മാത്രമാണ് പ്രവർത്തിക്കണത്. അയ്യോ, അതെന്തൊരു ജീവിയാ? കേട്ടിട്ടന്നെ പേടിയാവും. അതെ ഉണ്ണി, ശ്രീരാമൻ പോലും അമ്പരന്നു പോയി. ഭഗവാൻ പറഞ്ഞു, ലക്ഷ്മണ, കബന്ധൻ എന്ന രാക്ഷസനായി ഈ കിടക്കുന്നത്. ഈ ജന്തുവിന്റെ നീണ്ട കൈകൾക്കുള്ളിലാണ് നമ്മളിപ്പോ. ഇത് നമ്മളെ പിടിച്ചു തിന്നുന്നതന്നെ തോന്നുന്നത്. രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ല. ലക്ഷ്മണൻ അപ്പൊ ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ഇവന്റെ ഒരു കൈ ഞാൻ വെട്ടാം, മറ്റേ കൈ ജ്യേഷ്ഠന് വെട്ടിക്കോളൂ. അങ്ങനെ അവര് കബന്ധന്റെ 2 കൈകൾ മുറിച്ചപ്പോ ആ ജന്തു ചോദിച്ചു, ആരാ നിങ്ങള്? കണ്ടിട്ട് പുണ്യപുരുഷന്മാരാണെന്ന് തോന്നുന്നു. എങ്ങനെ ഈ കാട്ടിൽ വന്നു പെട്ടു? ഇതുവരെ ആർക്ക് എൻ്റെ കൈകൾ മുറിച്ചു മാറ്റാനുള്ള ശക്തി ഉണ്ടായിട്ടില്ല. ഇത് കേട്ടപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ഞാൻ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായ ശ്രീരാമനാണ്. ഇവൻ എൻ്റെ അനുജൻ ലക്ഷ്മണനും. ഞങ്ങളില്ലാത്ത അവസരം നോക്കി ഏതോ ദുഷ്ടരാക്ഷസൻ എൻ്റെ പത്നിയായ സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ അവളെ അന്വേഷിച്ചാണ് കാട് തോറും അലഞ്ഞ് നടക്കുന്നത്. ശ്രീരാമൻ ആ ജന്തുവിനോട് ചോദിച്ചു, ഇനി പറയൂ, നീ ആരാണ്? ശ്രീരാമനെല്ലാം അറിയാം അല്ലേ മുത്തശ്ശി? എന്നിട്ട് അമ്മൂട്ടിനെ പോലെ മനുഷ്യഭാവത്തിൽ ചോദിക്കുകയാണ്. അവതാരങ്ങൾ അങ്ങനെയാ ഉണ്ണി, ആചരിച്ച് കാണിച്ചു തരും. അവർ പറയണതും ചെയ്യണതും കണ്ട് മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധിയാണ് നമുക്ക് വേണ്ടത്. മഹാത്മാക്കളെ അനുസരിച്ച നമ്മുടെ ജന്മലക്ഷ്യം പവിത്രമാവും. ആ കബന്ധന്റെ കൈകൾ മുറിച്ചു മാറ്റിയ വേദന ഉണ്ടാവില്ലേ? ഇല്ല. ദേഷ്യമോ വേദനയോ ഒന്നും കബന്ധന്റെ ശബ്ദത്തിൽ ഉണ്ടായില്ല. ആ വികൃത രൂപം പതിഞ്ഞ ശബ്ദത്തിൽ അത്യധികം സന്തോഷത്തോടെ പറഞ്ഞു, ഭഗവാനെ, ഞാൻ സുന്ദരനായ ഗന്ധർവനായിരുന്നു പണ്ട്. ഒരിക്കൽ അഷ്ടാവക്ര മുനിയുടെ വൈരൂപ്യം കണ്ട് കളിയാക്കിയപ്പോൾ മഹർഷി ശപിച്ചതാ എന്നെ. അതെന്തിനാ മുത്തശ്ശി കബന്ധം മഹർഷി കളിയാക്കിയത്? സൗന്ദര്യമുള്ളവർക്ക് അവരുടെ സൗന്ദര്യത്തിൽ ഗർവുണ്ടാവൂലോ, അജ്ഞതയാണത്. മഹാതപസ്വിയാണ് അഷ്ടാവക്ര മുനി. ദേഹത്തിലാണെങ്കിൽ 8 വളവുകൾ. ഇത് കണ്ടപ്പോൾ കബന്ധന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. മഹർഷി ഉഗ്രകോപത്തോടെ ശപിച്ചു, നീ വികൃത രൂപത്തിലുള്ള ഒരു രാക്ഷസനായിട്ട് പോട്ടെ. അപ്പോൾ സങ്കടായി. ശാപമോക്ഷത്തിന് വേണ്ടി യാചിച്ചു കബന്ധൻ. ഇത് കേട്ട മഹർഷി പറഞ്ഞു, ത്രേതായുഗത്തിൽ ശ്രീരാമദേവൻ ഈ വഴി വരും. അന്ന് നിന്റെ ഈ കൈകൾ മുറിച്ചു കളയും. നിനക്ക് നിന്റെ പഴയ രൂപം കിട്ടുകയും ചെയ്യും. എന്നിട്ടും തീർന്നില്ല. ഞാൻ ദേവേന്ദ്രനുമായിട്ട് ഏറ്റുമുട്ടി. ഇന്ദ്രൻ എൻ്റെ കഴുത്ത് മുറിച്ചു കളഞ്ഞു. തലയും കാലും കൂടി ഉടലിൻ്റെ ഉള്ളിലാക്കി വെച്ചു. മുഖം നെഞ്ചത്തും. നീളമുള്ള കൈകൾ മാത്രം സ്വതന്ത്രമായി. അന്നു മുതൽക്ക് എൻ്റെ കൈകളിൽ പെടുന്ന ജന്തുക്കളെ ഭക്ഷിച്ചിട്ടാണ് ഞാൻ ജീവിച്ചത്. ഗന്ധർവൻ കബന്ധനായത് അങ്ങനെയാണ്. അത്ഭുതമായിരിക്കണം കബന്ധന്റെ കഥ അല്ലേ മുത്തശ്ശി? ആരെയും കളിയാക്കി ചിരിക്കരുത് ഉണ്ണി. സ്വന്തം വിഡ്ഢിത്തം ഓർത്താ ചിരിക്കണ്ടെന്ന് അമ്പൂറ്റിയമ്മ ആവർത്തിച്ച് പറഞ്ഞു തരാറില്ലേ? കളിയാക്കിയാലും കർമ്മഫലം അതികഠിനാന്നല്ലേ കബന്ധന്റെ കഥ തെളിയിക്കുന്നത്. അപ്പോ നമ്മളും ആരെയും കളിയാക്കാൻ പാടില്ല അല്ലേ? പിന്നല്ലാതെ. ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെ പോലും വേദനിപ്പിക്കരുത്. സത്സംഗങ്ങൾ നിരന്തരം കേട്ടാലേ സ്വഭാവശുദ്ധി കൈവരൂ. ഇനി കബന്ധൻ ശ്രീരാമനോട് ആവശ്യപ്പെട്ട എന്താണെന്നറിയോ? പറയൂ മുത്തശ്ശി. ശ്രീരാമദേവ, ഇനി അങ്ങ് എൻ്റെ ഈ ശരീരം ദഹിപ്പിക്കൂ. സീതാന്വേഷണത്തിലുള്ള മാർഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ശ്രീരാമൻ കബന്ധനെ ദഹിപ്പിച്ചപ്പോൾ അതിൽ നിന്നൊരു ദിവ്യരൂപം ഉയർന്നു ഗന്ധർവനായിട്ട് മാറി. ഗന്ധർവൻ സ്തുതിക്കുകയാണ് ശ്രീരാമദേവനെ. സ്ഥൂലമായുള്ള വിരാട് പുരുഷം രൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി എന്നിങ്ങനെ സ്തുതിച്ച കബന്ധന് ഇനി ഒരിക്കലും അധപ്പതനം ഉണ്ടാവില്ല എന്ന് ശ്രീരാമദേവനും അനുഗ്രഹിച്ചു. കബന്ധന്റെ സ്തുതി പ്രസിദ്ധാണ് ഉണ്ണി. അത്രയ്ക്ക് നിഷ്കളങ്ക ഭക്തിക്ക് ഉടമയായിട്ട് മാറി കബന്ധൻ. തുടർന്ന് ഗന്ധർവൻ പറഞ്ഞു കൊടുത്തു, സ്വാമി, ഇവിടെ അടുത്ത് മാതംഗ ആശ്രമമുണ്ട്. അവിടെ താപസി ശബരി അങ്ങേ ധ്യാനിച്ചിട്ട് വർഷങ്ങളായിട്ട് കഴിയാണ്.
അവിടെ ചെന്നാൽ സീതാന്വേഷണത്തിന് വേണ്ട മാർഗങ്ങളൊക്കെ ശബരി പറഞ്ഞു തരും. ഈ ശബരി ശാപം കിട്ടിയ ജന്മല്ലേ മുത്തശ്ശി? മുത്തശ്ശി മുമ്പൊരിക്കൽ പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടായി. മാലിന്യ എന്ന ഗന്ധർവ സുന്ദരിക്ക് ഭർത്താവിൽ നിന്നും ശാപം കിട്ടി. നീ ഒരു കാട്ടാള കമ്പനിയായി തീരട്ടെ. ശ്രീരാമദേവൻ തന്നെ ശബരിക്ക് മോക്ഷം നൽകണമല്ലോ. ആഹാ, ഉണ്ണിക്ക് ഓർമ്മയുണ്ടല്ലോ, നന്നായി അത്. ഇവിടെ ശ്രീരാമനും ലക്ഷ്മണനും കൂടി പമ്പാ തീരത്തുള്ള ശബരിയാശ്രമത്തിലെത്തി. ഭഗവാനെ കണ്ടതും ഭക്തയായ താപസി നിറഞ്ഞ കണ്ണുകളോടെ ഭഗവാനെ സ്വീകരിച്ചു. പാദപൂജ ചെയ്തു. പാദതീർത്ഥം ശിരസിലണിഞ്ഞു. പഴങ്ങളും പൂക്കളും ജലവും ഒക്കെ എന്തൊക്കെ ചെയ്യേണ്ടെന്ന് അറിയാണ്ട് ഈ ശബരിക്ക് ഭഗവത് ദർശനം, ജീവാത്മ പരമാത്മ ഐക്യല്ലേ, എല്ലാം മറക്കും. ശബരി കടിച്ച പഴങ്ങള് ശ്രീരാമദേവന് സമർപ്പിച്ചപ്പോ ലക്ഷ്മണൻ ദേഷ്യപ്പെടുന്നുണ്ടല്ലോ മുത്തശ്ശി. അതിനെന്നെ ശ്രീരാമദേവൻ പറഞ്ഞു കൊടുക്കണുണ്ട്. പിന്നെ വളരെയേറെ സ്തോത്രങ്ങൾ ചൊല്ലി സ്തുതിക്കുന്നുണ്ട് ശബരി. നീചജാതിയിൽ ജനിച്ച മൂഢയായിട്ടുള്ള സ്ത്രീയാണ് ഞാൻ. ഭഗവാനെ, എനിക്ക് അങ്ങേ സ്തുതിക്കാനുള്ള അർഹതയുണ്ടോ? ഇത് കേട്ടപ്പോൾ നിറപുഞ്ചിരിയോടെ ശ്രീരാമദേവൻ പറഞ്ഞു, ശബരി, ഈശ്വര ദർശനത്തിന് സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളൊന്നുമില്ല. നിഷ്കളങ്ക പ്രേമാണ് ഭക്തിക്ക് ആധാരം. കാരുണ്യമുള്ള ഹൃദയമാണ് ഈശ്വരൻ്റെ വാസസ്ഥാനം. സാധുക്കളോടുള്ള സേവയാണ് ഈശ്വരനോടുള്ള കടമ. ഇതൊക്കെ എന്നെയല്ലേ ഉണ്ണിയാൻ പോറ്റുമ്പോൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നത്. ശ്രീരാമൻ ശബരിയോട് ചോദിച്ചു, അല്ലയോ താപസി, നീ എനിക്കൊരു ഉപകാരം ചെയ്യോ? എൻ്റെ പത്നി സീതാദേവിയെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. ദിവ്യദൃഷ്ടി കൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ദിവ്യശക്തി ശബരിക്ക് ഉണ്ടായിരുന്നു. ശബരി പറഞ്ഞു, അങ്ങേക്ക് അറിയാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ലയെന്ന് എനിക്കറിയാം. എങ്കിലും മനുഷ്യാവതാരം എടുത്തൊരു സാധാരണ മനുഷ്യനെ പോലെ എന്നോട് അങ്ങ് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ദേവിയായ സീത അതീവ ദുഃഖത്തോടെ അങ്ങേയും ധ്യാനിച്ചുകൊണ്ട് ലങ്കയിലെ അശോകവനത്തിൽ ശിംശിബ വൃക്ഷച്ചോട്ടിലിരിക്കുന്നുണ്ട്. ലങ്കാധിപതിയായ രാവണനാണ് സീതയെ അപഹരിച്ചിരിക്കുന്നത്. അങ്ങ് ഋഷ്യമുഖം എന്ന പർവ്വതത്തിലേക്ക് ചെല്ലൂ. അവിടെ ജ്യേഷ്ഠനായ ബാലിയെ പേടിച്ച് അനുജനായ സുഗ്രീവൻ എന്ന വാനരൻ 4 മന്ത്രിമാരോടൊത്ത് താമസിക്കുന്നുണ്ട്. അങ്ങ് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യണം. അങ്ങ് ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കും. ഇത്രയും പറഞ്ഞ് ശ്രീരാമമന്ത്രവും ചൊല്ലി ശബരി തൻ്റെ ദേഹം അഗ്നിയിൽ ത്യജിച്ച് മുക്തയായി. ഉണ്ണി, ഇന്ന് നമ്മൾ കബന്ധൻ്റെയും ശബരിയുടെയും അനുഭവം കേട്ടത്. രാമമന്ത്രം നിരന്തരം ഉച്ചരിച്ച അവർക്ക് ദയാനിധിയായ ശ്രീരാമദേവൻ മുക്തി നൽകി. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അനന്ത ചൈതന്യാണ് ഭഗവാൻ എന്ന തിരിച്ചറിവ്. അതാണ് ഒരു യഥാർത്ഥ ഭക്തൻ നേടേണ്ടത്. അപ്പോൾ തപസ്സോ യാഗോ ഒന്നുമല്ല പ്രധാനം. ഹനുമാനെ പോലെയുള്ള രാമഭക്തി, പ്രഹ്ലാദനെ പോലെ തൂണിലും തുരുമ്പിലും തൻ്റെ ഈശ്വരൻ നിറഞ്ഞു നിൽക്കണു എന്ന ചിന്ത. അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ലേ? അത് തന്നെ ഉണ്ണി. അമ്പോറ്റമ്മയോടുള്ള നിഷ്കളങ്ക പ്രേമം അനുനിമിഷം വളരാൻ നമുക്കും പ്രാർത്ഥിക്കാം. ഉണ്ണി, ഇനി ബാക്കി നാളെ പറഞ്ഞുതരാം. ശരി മുത്തശ്ശേരി.